ഇവിടെ നിന്നും ഒരു സഹോദരി ചോദിക്കാൻ ആവശ്യപ്പെട്ട ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരായി പുരുഷന്മാരെ മാത്രം തിരഞ്ഞെടുത്തത്? എങ്ങനെയാണ് ഇസ്ലാം സ്ത്രീയെ ആദരിച്ചത്? ആ ചോദ്യത്തിന് മതപരമായ ഒരു സൂക്ഷ്മത കുറവുണ്ട്. നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചായാലും ശരി, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് പുരുഷന്മാരെ തിരഞ്ഞെടുത്തു എന്ന ആ ചോദ്യം എന്നോടല്ല, ആ ചോദ്യം നിങ്ങൾ അള്ളാഹിനോടാണ് ചോദിക്കുന്നത് അർത്ഥത്തിൽ. അപ്പോൾ ആ ചോദ്യം ഒരു വിശ്വാസിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല. യഫ്അലുമായ യശ. അതിന് ഒന്നാമത്തെ ഉത്തരം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത ഒരു നിയമ സംവിധാനമാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത സംവിധാനമാണ്. അതിൻ്റെ പിന്നിലെ യുക്തി, ലക്ഷ്യം നമുക്ക് അറിയില്ല. അതാണ് അതിൻ്റെ മതപരമായ നിലയിലുള്ള ഉത്തരം. ബാക്കി അതിനുവേണ്ടി നമ്മൾ കണ്ടെത്തുന്ന ഏത് ഉത്തരങ്ങളും ഒരു പക്ഷേ ആ ഉത്തരങ്ങൾ അല്ലെങ്കിലോ അള്ളാഹ് പുരുഷന്മാരെ തിരഞ്ഞെടുക്കാൻ പ്രവാചകന്മാരാക്കാൻ കണ്ടെത്തിയ മാർഗം. അപ്പം അതാണ് അതിലെ ഏറ്റവും സൂക്ഷ്മതമായിട്ടുള്ള ഉത്തരമെന്ന് ഞങ്ങളെ സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. പക്ഷെ അതോടൊപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ പദവികളെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ, ലോകത്ത് ഇസ്ലാം പറഞ്ഞതുപോലെയുള്ള, ഇസ്ലാം മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെയുള്ള ഒരു കാര്യം, ഒരു ദർശനങ്ങളും ലോകത്ത് അവതരിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ ഘടന തന്നെ പരിശോധിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫാത്തിഹ, ബക്കറ, ആലിംബ്രാൻ, പിന്നെ തുടങ്ങുന്ന സൂറത്തു നിസാ. നിങ്ങൾ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് റിജാലില്ലാത്തെന്ന് ചോദിക്കാമല്ലോ. എന്തുകൊണ്ട് സൂറത്ത് റിജാലില്ല? പുരുഷന്മാരെ കുറിച്ച് പറയുന്ന ഒരു അധ്യായം ഖുർആനിലല്ലോ. അപ്പൊ ഖുർആൻ നൽകിയ അതിന് ഏറ്റവും അടിസ്ഥാന സ്ത്രീക്ക് നൽകിയ ഒരു പദവിയുണ്ട്, സൂറത്തു നിസാ. അത് സ്ത്രീകളുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ മാത്രമാണ് എന്ന് തിരിച്ചറിയണം. അത് നമുക്കെങ്കിലും ഉണ്ടായിരിക്കണം. സൂറത്തു നിസാ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ അവകാശത്തെക്കുറിച്ചും സ്ത്രീകൾക്ക് കിട്ടേണ്ട അവകാശത്തെക്കുറിച്ച് മാത്രം പറയാനാണ്. ആ ഒരൊറ്റ സൂറത്ത് തന്നെ മതി ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ പദവിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാൻ. സാറ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം, ഡൗട്ട്സ് ചോദിക്കുന്ന കുട്ടികളാണ് നല്ല കുട്ടികൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ സാർ ആ സമയത്ത് ചോദിച്ചില്ല. ആ സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാവും ചന്ദ്രനൊക്കെ പിളർന്നാൽ, ചന്ദ്രനെ പിളർന്നാൽ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലുള്ള ഇതിനെ പറ്റിയൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇങ്ങനെ ലോകം നശിക്കൂലേ, ഇങ്ങനെ കുറേ ചിന്തകൾ ഒരു കുഞ്ഞായിരുന്ന ഒരു 4-ാം ക്ലാസ്സിലല്ല 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ ഉള്ളിൽ വന്നു. അപ്പോൾ ഞാൻ ഇത് സാർക്ക് സംശയം ചോദിക്കുന്നത് ഇഷ്ടമാണല്ലോ, നമുക്ക് ചോദിച്ചിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പോയി ഒരു അഭിമാനത്തോടെയാണ് ഞാൻ പോകുന്നത്. വളരെ പ്രൗഡായിട്ടൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്, സാർ എന്തായാലും എന്നെ കൂടുതൽ അംഗീകരിക്കും, നമ്മളെ നമുക്കൊരു അറ്റൻഷൻ തരും. അങ്ങനെ ഈ ഡൗട്ട് അങ്ങ് ചോദിക്കുന്നതോടുകൂടി നമ്മൾ അങ്ങ് ഉയർത്തപ്പെടും. അതെ, ആ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ആളുടെ അടുത്ത് പോകുന്നത്. പക്ഷെ പോകുമ്പോ ഞാൻ ഒറ്റക്കായിരുന്നു പോയിരുന്നത്. അപ്പോൾ ആള് റൂമിൽ ഒറ്റക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ട്, എൻ്റെ ഡൗട്ട്സ് ഞാൻ ചോദിച്ചു. ഇങ്ങനെ ചന്ദ്രനെ പിളർക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവില്ല, തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ, ഇതിന് തെളിവുകൾ എന്തെങ്കിലും അങ്ങനെ ഞാൻ ചോദിച്ചു, തെളിവുകൾ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സാർക്ക് പറയാൻ ഉത്തരമില്ലാത്തോണ്ടാണോ എന്തോന്നും അറിയില്ല, എന്താ പറയാ, എന്നെ കാലില്ല നമ്മളെ തൊടയില്ല ആ ഒരു ഭാഗത്ത് മൂപ്പർക്ക് ഒരു നഖം വളർത്തുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി കാണാത്ത വേറെ കേൾക്കാത്തതാണെന്ന് എനിക്കറിയില്ല. ആ കൈ വെച്ചിട്ട് അവിടെ നുള്ളാന്ന് പറയും, നമ്മളവിടെ നുള്ളാന്ന് പറയും, എന്താ മനസ്സിലായി. ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരുന്നു പിച്ചത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് മറന്നാലും ഇക്കാര്യം ഞാൻ മറക്കാം. എന്നെ ട്രോമയിലാക്കിയൊരു സംഭവമാണിത്. ഞാൻ വാവിട്ട് കരഞ്ഞിട്ടും, ഞാനിതിപ്പോഴും പറയുമ്പോൾ ഞാൻ ഇമോഷണൽ. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ആരായിട്ടും ഡിസ്കസ് ചെയ്യാത്തൊരു സംഭവമാണിത്. ഞാനിത് ആദ്യമായിട്ടാണ് ആരിഫ് സാറിനോട് പറയുന്നത്. അപ്പോൾ എന്നെ ഭയങ്കര ട്രോമയിലാക്കിയൊരു സംഭവമാണിത്. ഞാനവിടെ വാവിട്ട് കരയുമ്പോഴും പിള്ളേരുണ്ട്, കാരണം കുഞ്ഞു പിള്ളേരാണല്ലോ, അവർക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊന്നും തടുക്കാനൊന്നും പറ്റില്ല. ബാക്കി സാർമാരൊന്നും ഇല്ല തോന്നുന്നുണ്ട്, മദ്രസ കഴിഞ്ഞ എന്തോ സംഭവമാണ് സംഭവത്തിൽ. അപ്പൊ ഞാൻ കരഞ്ഞിട്ട് സാറ് നിർത്തുന്നുണ്ട്, ഒരു 2 മിനിറ്റോളം അങ്ങനെ പിടിച്ചു തന്നു. പിന്നെ മൂപ്പര് വിട്ട് എന്നോട് ചോദിച്ചു, മേലിൽ ഇങ്ങനത്തെ ഡൗട്ട്സും കൊണ്ട് വരരുത് എന്ന് പറഞ്ഞു.
എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു സംഭവമാണ് അത്. എന്തായത് എനിക്ക് തോന്നി ഓക്കെ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി, അങ്ങനത്തെ ഒരു ലെവലിലോട്ട് എത്തി, ഞാനിങ്ങനെ ഇല്ലാണ്ടായാൽ മതി എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. ചന്ദ്രനെ പിളർത്താൻ പോയി ഭൂമി പിളർന്നാ മതി എന്ന് തോന്നിയിരുന്നു. അതെ അതെ, ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായി. ഞാൻ കരഞ്ഞ് എൻ്റെ കണ്ണൊക്കെ കണ്ട എല്ലാവർക്കും മനസ്സിലാവും അങ്ങനത്തെ ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ ഉമ്മാക്കൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദ്യം ചോദിച്ചപ്പോൾ കുട്ടീനെ അടിച്ചു, അതുകൊണ്ടാണ് തോന്നുന്നത്. അപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് പോലെ എനിക്ക് വിമർശനമായിരുന്നു, പഠിക്കൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എനിക്ക് വിമർശനമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു നുള്ളല് എനിക്ക് 2 ആഴ്ചയോളം എനിക്ക് വേദന ഉണ്ടായിരുന്നു. പഴുത്തുപോയി, അതൊരു കുരുപോലെ വന്നു. അതായത് കല്ലിച്ചിട്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അപ്പൊ ഒരു ഭയങ്കര ചുവന്നൊരു ഉണ്ട പോലെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 വീക്സോളം ഞാൻ എനിക്ക് ഇരിക്കാനോ മര്യാദക്ക് നടക്കാനോ ഒരു ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട് ആ വേദന. ഒരു കുഞ്ഞാവുമ്പോ ആ വേദനത്തോളം എത്ര ഇടങ്ങേറാവും ആർക്കായാലും മനസ്സിലാവില്ല. അപ്പൊ വീട്ടില് ഉമ്മ കണ്ടിരുന്നു. ഉമ്മാന്റെ വിചാരം എന്തോ കുരു എന്തോ ആണ്. ഞാൻ പറയാനും നിന്നിട്ടില്ല, കാരണം എനിക്ക് പറയാൻ പേടിയായിരുന്നു. ഇനിയിപ്പൊ ഞാൻ വീട്ടിലും കൂടി പറഞ്ഞാല് എനിക്ക് ഇതിനേക്കാൾ അപ്പുറമായിരിക്കും എന്ന് എനിക്ക് പേടിയായിരുന്നു. അപ്പൊ ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഈ മദ്രസയിൽ പോകുമ്പോ ഈ സാറിന് എന്നെ കാണുമ്പോ ഭയങ്കര പുച്ഛമായിരുന്നു. ഞാൻ ഇരിക്കുമ്പോഴൊക്കെ ഇടങ്ങേറി കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതുപോലെ കണ്ടിട്ട് ആ സാറിന് ഒരു മനസ്സാക്ഷിയില്ലായിരുന്നു എൻ്റെ അടുത്ത്. എന്നെ കാണുമ്പോൾ കളിയാക്കുക, ഇനി നിനക്ക് എന്തെങ്കിലും കഴിയുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നോട് ചോദിക്കാൻ, അങ്ങനെയൊക്കെ ഒരു കുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് വർത്താനായിരുന്നു ആളുടെ അടുത്ത്. ഒരു വർഷം ഞാൻ എങ്ങനെ കടന്നു പോകാൻ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാണത്. ഒരു വർഷം പിന്നെ ഞാൻ ഇത് മദ്രസയിൽ എത്രാം ക്ലാസ് ആയിട്ട് വരും? 4th 4 സ്കൂളിൽ ഞാനൊരു 6ാം ക്ലാസ്സില്. അപ്പോൾ ആ ഒരു വയസ്സ് വെച്ച് നോക്കി. അപ്പോൾ ഞാൻ 5th സ്റ്റാൻഡേർഡിലോട്ട് പാസ്സായി. അപ്പൊ എന്റെ മനസ്സിൽ ആകെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ഈ സാറ് എന്റെ സാറായിട്ട് വരരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നത്. അപ്പൊ എന്താ എനിക്കറിയില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അന്ന് കുഞ്ഞു കുട്ടികളാകുമ്പോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്നുള്ള സമാധാനം എനിക്കല്ലോ. 5th സ്റ്റാൻഡേർഡിൽ എനിക്ക് ആ സാറുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു വർഷം എനിക്ക് ഭയങ്കര ഒരു സമാധാനപരമായിട്ടുള്ള ഒരു വർഷമായിരുന്നു. അതെ. പിന്നെ ഇങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള സാർമാരൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു ഫേവറേറ്റ് സാറിനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല? എങ്ങനെ? വീട്ടിലിത് പറഞ്ഞിട്ടില്ല? ഇല്ല, വീട്ടിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. എനിക്ക് പറയാൻ പേടിയായിരുന്നു അതൊക്കെ. ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നോ? ഇല്ല, അതെ, ഇതെല്ലാരും ആദ്യമായിട്ട് എനിക്ക് കേൾക്കുന്നത്, എന്നെ അറിയുന്ന ആരായിട്ടുണ്ടെങ്കിൽ. കാരണം ഞാൻ ഇതെപ്പോ പറഞ്ഞാലും ഞാൻ ഭയങ്കര ഇമോഷണൽ ആവും. ഞാൻ ഇപ്പോഴും ഇമോഷണൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇനി എന്റെ കരയുന്ന ഒരു ഫേസ് വേറുള്ളവർ കാണരുത് എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം ഞാൻ പറയാത്ത ആരോടും. അങ്ങനെ ഞാൻ 5th സ്റ്റാൻഡേർഡ് ഒരു വർഷം അങ്ങനെ ഒരു സമാധാനപരമായ രീതിയിൽ പോയി. അങ്ങനെ വീണ്ടും ഞാൻ 6th സ്റ്റാൻഡേർഡിലോട്ട് എത്തി. 6th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ ആളെന്നെ വീണ്ടും എൻ്റെ സാറായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഒരു 2 വീക്സോളം ഞാൻ മദ്രസയിൽ പോയി. എനിക്ക് എൻ്റെ ഒരു നൈറ്റ് മെയർ എന്ന് പറയുന്ന പോലെ പറയാം, എനിക്ക് പേടിയായിരുന്നു അങ്ങോട്ട് പോകുന്ന ഒരു സമയം. ഇയാളെ ഒരു ചാൻസ് മിസ്സാക്കൂല എന്നെ അടിക്കാൻ കിട്ടുന്ന, അങ്ങനെ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തെങ്കിലും നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയാൽ മൂപ്പരൊരു അടിയുണ്ട്, ഭയങ്കര വേദനയാണ് കൈ കിട്ടുന്നത്. അങ്ങനെ ഒരു അടി നമുക്ക് തരും. അത് എനിക്ക് തോന്നുന്നതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ സമയത്ത് വരുമ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ടായിരുന്നു ആ അടിയൊക്കെ. അപ്പോൾ അങ്ങനെ ഞാൻ 2 വീക്സ് കഴിഞ്ഞപ്പോൾ സോറി ടേക്ക് സം ടൈം, നോ പ്രോബ്ലം. ഓക്കെ, 2 വീക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിർബന്ധിച്ച് പറഞ്ഞു ഞാൻ മദ്രസയിൽ പോകില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് കഴിയില്ല. അങ്ങനെ ഞാൻ സ്കൂളിൽ 8th സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ സ്കൂൾ മാറി, അതുകൊണ്ട് എനിക്ക് കുറച്ച് ട്രാവലിങ് സമയം എനിക്ക് ഇത് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റലും ഉണ്ടായിരുന്നില്ല. ആ ഒരു കാരണം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിർബന്ധിച്ചിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മ എൻ്റെ ഭാഗ്യത്തിന് സമ്മതിച്ച് പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 6th സ്റ്റാൻഡേർഡ് വെച്ച് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അതാണ് ഞാൻ തുടക്കത്തിൽ എത്ര വരെ പോയെന്ന് പറഞ്ഞപ്പോൾ അതെ 6th സ്റ്റാൻഡേർഡ് അപ്പൊ പറയാതിരുന്നത് ഈ സസ്പെൻസ് ആണ്. അതെ അതെ. അപ്പോൾ ഇതിപ്പോൾ കേൾക്കുമ്പോൾ ആളുകൾ ധരിക്കുക ഓക്കെ ഉസ്താദ് പിച്ചി അതുകൊണ്ട് മദ്രസ നിർത്തി അങ്ങനെയാണ് ധരിക്കുക. പക്ഷെ അതല്ലല്ലോ കാര്യം. ഇതൊരു ജെനുവിൻ ആയിട്ടുള്ള ഒരു മുഹമ്മദ് നബി ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് തോന്നിയ ഒരു യുക്തിപരമായ ചിന്തയുടെ പുറത്തുള്ള
ഒരു ചോദ്യം, ഒരു സംശയം, അത് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ ഉത്തരമില്ലാത്തതിന് ഉസ്താദ് കൊടുത്ത മറുപടിയാണ് ഈ നുള്ളൽ, ഈ പിച്ചിപ്പറിക്കൽ. അത് ആ വിദ്യാർത്ഥിയെ എന്താ പറയുക, ഉത്തരം കൊടുത്തില്ല എന്നുള്ളത് മാത്രമല്ല, ആ ഉത്തരമില്ലായ്മ അവിടെ നിലനിർത്തിയെന്ന് മാത്രമല്ല, ഒരു ട്രോമയിലേക്കും കൂടി തള്ളിവിട്ടു. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കാൻ തോന്നുകയാണോ ചെയ്യാ? തോന്നൂലല്ലോ. എനിക്ക് അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ, എൻ്റെ സ്കൂൾ ജീവിതത്തിലോ എൻ്റെ കോളേജ് ജീവിതത്തിലോ ഒരു സാറുമാരോട് ഞാൻ ഡൗട്ട്സ് ചോദിച്ചിട്ടില്ല. അത് എത്ര ശരിയായിട്ടുള്ള ഡൗട്ട്സ് ആണെങ്കിലും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറയും, ആ ഒരു ഫ്രണ്ട് ആയിരിക്കും ചോദിക്കുന്നത്. കാരണം എനിക്ക് ചോദിക്കാൻ പേടിയായി. പറ്റത്തേ ഇല്ലായിരുന്നു. ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ആ ട്രോമ ഒരു ഹാർഡ് ട്രോമയായി മാറി. ആ ട്രോമ ശരിക്കും എൻ്റെ പഠനത്തെ വരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കൂളിലായാലും മദ്രസയിൽ ഞാൻ പറയുന്നില്ല, സ്കൂളിൽ ഭയങ്കര ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര വീക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെയൊക്കെ എൻ്റെ ഫാമിലി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആരോടും ഞാനിത് വെളിപ്പെടുത്താത്ത. അതിനൊരു റീസണും കൂടിയാണ് ഇത്. ഞാൻ എൻ്റെ വീട്ടിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാനൊരു എക്സ് മുസ്ലിമാണ്. കാരണം അറിയാലോ, ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി എന്നുള്ള ഒരു വീട്ടിൽ പറഞ്ഞുണ്ടാവുന്ന ഭൂകമ്പം. അതൊരു നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.